ഇന്ന് ആദ്യ കേസായി തന്നെ കേസ് പരിഗണിക്കുകയാണ്. അച്ഛനും അമ്മയും കോടതിക്കുള്ളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നു. കേസ് പരിഗണിക്കുന്നു. അല്പസമയത്തിനകം ഷാരോൺ കേസിലെ ഗ്രീഷ്മയ്ക്കും അമ്മാവനുമുള്ള ശിക്ഷാവിധി ഉണ്ടാകും. അമ്മാവനെതിരെ തെളിവ് നശിപ്പിക്കൽ കുറ്റം മാത്രമാണ്. അതുകൊണ്ട് അത് പരമാവധി 7 വർഷം വരെ തടവ് കിട്ടാവുന്ന ഒരു കുറ്റമാണ്. അതിലപ്പുറം അത് പോവില്ല. പക്ഷേ ഗ്രീഷ്മയ്ക്ക് പരമാവധി ശിക്ഷ നൽകുമോ എന്ന കാര്യത്തിൽ പ്രോസിക്യൂഷനും കുടുംബവും വലിയ ആത്മവിശ്വാസത്തിലും വലിയ പ്രതീക്ഷയിലുമാണ്. ഇത് സമാനതകളില്ലാത്ത കൊലപാതകമാണ്. ഇത് അപൂർവങ്ങളിൽ അപൂർവമാണ്. പ്രതി ഉന്നത വിദ്യാഭ്യാസം ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ അറിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു മനുഷ്യനെ എങ്ങനെ ഭൂലോകത്തു നിന്ന് ഇല്ലാതാക്കി കളയാം എന്ന രീതിയിൽ ചിന്തിച്ച ഒരു ദുഷ്ടപ്രകൃതിയാണ് എന്ന് പറഞ്ഞാൽ ഒരു പൈശാചിക ബുദ്ധിയാണ്, പൈശാചിക സ്വഭാവക്കാരിയാണ് എന്നടക്കമുള്ള വളരെ കണിശമായ വാദങ്ങൾ, ഒരു ദാക്ഷിണ്യമില്ലാത്ത വാദങ്ങൾ കോടതി മുറിക്കുള്ളിൽ പ്രോസിക്യൂഷൻ അവർ കാഴ്ചവെച്ചതാണ്. 11 നാൾ നാക്കടർന്ന് ശരീരം മുഴുവൻ ആന്തരിക രക്തസ്രാവമായി ഒരു യുവാവ് നരകിച്ചു മരിച്ചുപോയ ആ 11 നാൾ കോടതിയുടെ ഓർമ്മയിലേക്ക്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഓർമ്മയിലേക്ക് പ്രോസിക്യൂഷൻ വെച്ച ദിവസം കൂടിയാണ് ശിക്ഷാവിധി പ്രഖ്യാപനം. അല്പസമയത്തിനകം ഉണ്ടാകും അച്ഛനും അമ്മയും കോടതിക്കുള്ളിൽ എന്നുള്ളതാണ്. സലിം മാലിക് തുടരുന്നു. സലിം, അല്പസമയത്തിനും ഇനി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ആ ശിക്ഷാവിധി കേരളം കേൾക്കും അല്ലേ? തീർച്ചയായും ഹാഷ്മി, കേരളത്തിന്റെ മനസ്സാക്ഷിയാകെ ഞെട്ടിച്ച അത്രയധികം വേദന സമ്മാനിച്ച ആ കേസിൽ വിധി ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി. കോടതി ഇപ്പോൾ ആ കേസ് വായിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അല്പസമയത്തിനകം തന്നെ അതുകൊണ്ട് കേസ് വിധിക്കും. സാധാരണഗതിയിൽ ഉണ്ടാകാത്ത നടപടികളൊക്കെ കോടതിക്കകത്ത് നടക്കുന്നു എന്നുള്ളതാണ്. കോടതി ജഡ്ജി ആദ്യ കേസായി പരിഗണിച്ച ഉടൻ തന്നെ ഷാരോണിന്റെ മാതാപിതാക്കളെ 586 പേജുള്ള വിധിന്യായമാണ്. അപ്പോൾ വിശദമായി തന്നെ വിധി പറയുന്നു. 586 പേജുള്ള വിധിന്യായം. സലീം, അതെ, തീർച്ചയായും 586 പേജുള്ള വിധിന്യായമാകുമ്പോൾ സ്വാഭാവികമായും ജഡ്ജി അതിലെ പ്രധാന പോയിന്റുകൾ മാത്രം വായിച്ചതിന് ശേഷം പിന്നീട് ആ വിധിന്യായം നമുക്ക് ഈ പൊതുസമൂഹത്തിലേക്ക് നൽകാനാണ് സാധ്യത. അത് പിന്നീട് കാരണം അത്രയും ദീർഘമായ ഒരു വിധിന്യായമായതുകൊണ്ട് തന്നെ അതിൽ ഓരോ വിഷയങ്ങൾ, പോലീസിന് അഭിനന്ദനങ്ങൾ, ആ കേസുമായി ബന്ധപ്പെട്ട് പോലീസിനെ അഭിനന്ദിച്ചിരിക്കുന്നു കോടതി. അതിസമർത്ഥമായി കേസ് അന്വേഷിച്ചിരിക്കുന്നു എന്ന കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. അതായത് സമാനതകളില്ലാത്ത കേസിനെ, കാര്യമായ സാക്ഷികളില്ലാത്ത കേസിനെ കൃത്യമായി അന്വേഷിച്ച് അതിന്റെ പ്രതിയിലേക്ക് എത്തിയ പോലീസിന്, കേരള പോലീസിന് അഭിനന്ദനങ്ങൾ അറിയിച്ചിരിക്കുന്നു കോടതി. അതിന്റെ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് കേരള പോലീസ് സമർത്ഥമായി കേസ് അന്വേഷിച്ചിരിക്കുന്നു എന്ന് കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. അത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. പ്രത്യേകിച്ചും സാക്ഷിയില്ലാത്ത കേസായിരുന്നു, കൃത്യമായ തെളിവ് ഇല്ലാത്ത കേസായിരുന്നു. കഷായം എന്നതിനപ്പുറത്തേക്ക്, അതിൽ കലർത്തിയ വിഷം എന്നതിനപ്പുറത്തേക്ക് ഒരു ആയുധമില്ലാത്ത കേസാണ്. ആയുധമില്ലാത്ത, സാക്ഷിയില്ലാത്ത കേസിൽ പോലീസ് നടത്തിയ ഒരു വമ്പൻ അന്വേഷണം, സമാനതകളില്ലാത്ത അന്വേഷണം, സമാനതകളില്ലാത്ത കൊലപാതകത്തിന് പോലീസ് നടത്തിയ സമാനതകളില്ലാത്ത അന്വേഷണം, അതിന് കോടതിയുടെ അഭിനന്ദനം എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മാറിയ കാലത്തിനനുസരിച്ചുള്ള അന്വേഷണം പോലീസ് നടത്തി എന്ന് കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. തീർച്ചയായും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ നിർണായകമായത് ഈ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള അന്വേഷണം തന്നെയാണ്. വാട്സാപ്പ് ചാറ്റുകൾ റിട്രീവ് ചെയ്തെടുത്തത്, ഷാരോണിന്റെയും ഗ്രീഷ്മയുടെയും വാട്സാപ്പ് ചാറ്റുകൾ റിട്രീവ് ചെയ്തെടുത്തു. മാത്രമല്ല, ഗ്രീഷ്മ നടത്തിയ വെബ് സെർച്ചുകൾ കണ്ടെത്തി. അതിൽ നിന്നും വിഷയങ്ങളെക്കുറിച്ച് ഗ്രീഷ്മ നടത്തിയ പഠനങ്ങൾ പോലീസ് വളരെ വേഗത്തിൽ കണ്ടെത്തി. കോടതി എല്ലാവരെയും കോടതി അഭിനന്ദിക്കുന്നു. കൺഗ്രാറ്റ്സ് പോലീസ് എന്ന് പറയുകയാണ് 586 പേരുടെ വിധിന്യായത്തിന്റെ തുടക്കത്തിൽ കോടതി. നേരത്തെ സലിം മാലിക് പറഞ്ഞതുപോലെ ഇത് ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കേസാണ്. അതിന് കാരണം ദൃക്സാക്ഷികളില്ലാത്ത കേസാണ്. ഇത്തരത്തിൽ ഏതെങ്കിലുമൊക്കെ നിയമത്തിന്റെ പഴുതുകൾ വളരെ സമർത്ഥമായി പ്രതിഭാഗത്തിന് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്ന ഒരു കേസായിരുന്നു. അത് അവർ പരമാവധി ഉപയോഗിക്കുകയും ചെയ്തു. അതിനെയൊക്കെ ദൃക്സാക്ഷികളില്ലാത്തൊരു കേസിൽ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട്, ശാസ്ത്രീയ തെളിവുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിസമർത്ഥമായി അതിനെ മറികടന്ന, വെല്ലുവിളികളെ മറികടന്ന പോലീസിന് ഇപ്പോൾ കോടതി കൺഗ്രാറ്റ്സ് എന്ന് പറയുന്നു. അതിസമർത്ഥമായി കേസ് അന്വേഷിച്ചു എന്ന് പോലീസിനെ അഭിനന്ദിക്കുന്നു കോടതി. മാധ്യമ വാർത്തകൾ നോക്കിയല്ല താൻ ജഡ്ജ്മെന്റ് എഴുതിയത് എന്നുകൂടി എടുത്തു പറയുകയാണ് ജഡ്ജി. ഒരു ഉദ്യോഗസ്ഥനെ പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരെയും കോടതി അഭിനന്ദിക്കുന്നു എന്നുകൂടി പറയുന്നു. മാധ്യമ വാർത്തകൾ നോക്കിയല്ല ഞാൻ ജഡ്ജ്മെന്റ് എഴുതിയത് എന്നാണ് ഈ കേസിൽ ജഡ്ജി പറയുന്നത്. അത് പറയുന്നതിന്റെ പശ്ചാത്തലം എന്താണെന്ന് അറിയില്ല. എന്തായാലും വളരെ വിശദമായ വിധിന്യായം എന്നുള്ളതാണ് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. 586 പേജുള്ള വിധിന്യായം